നമസ്കാരം. തിരുവല്ല താലൂക്ക് ആശുപത്രി പരിസരത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടന്നു വന്നിരുന്ന ഹെൽമറ്റ് മോഷണ പരമ്പരയിലെ പ്രതികൾ ഒടുവിൽ CCTVയിൽ കുടുങ്ങി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിരവധി പേരുടെ ഹെൽമറ്റുകളാണ് ആശുപത്രി പരിസരത്തെ ഇരുചക്രവാഹന പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നഷ്ടമായത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ CCTV പരിശോധനയിൽ ഹെൽമറ്റ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന 2 പേരുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പനി അടക്കമുള്ള രോഗബാധയുമായി വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് അത്യാഹിത വിഭാഗത്തിലടക്കം എത്തിയിരുന്നവരുടെ ഹെൽമറ്റുകളാണ് ഏറെയും മോഷണം പോയിരുന്നത്. ചികിത്സ തേടി തിരികെ എത്തുമ്പോൾ ഹെൽമറ്റുകൾ കാണാതാകുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിരവധിയായിരുന്നു. ഇത് സംബന്ധിച്ച് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരടക്കം ഉള്ളവരെ പരാതി അറിയിച്ചെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച വൈകിട്ട് 1 മണിക്കൂർ സമയത്തിനുള്ളിൽ 3 പേരുടെ ഹെൽമറ്റുകൾ നഷ്ടപ്പെട്ടു. ഇതോടെയാണ് താലൂക്ക് ആശുപത്രി വളപ്പിൽ സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ ആശുപത്രി സൂപ്രണ്ട് ബിജു വി നെൽസൺ തീരുമാനിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെ ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടറിൽ എത്തിയ യുവാവിന് സമീപം നീല ഷർട്ട് ധരിച്ച മറ്റൊരാൾ നിൽക്കുന്നതായ ദൃശ്യം കിട്ടിയത്. പരിസരം വീക്ഷിച്ച ശേഷം സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിൽ നിന്നും ഹെൽമറ്റ് എടുത്ത നീല ഷർട്ടുകാരൻ ബൈക്കിന് പിന്നിൽ കയറിപ്പോകുന്ന ദൃശ്യവും ചുവപ്പ് കളർ ഷർട്ട് ധരിച്ചയാൾ മോഷ്ടിച്ച ഹെൽമറ്റ് സീറ്റിനടിയിലാക്കി കടന്നു പോകുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി ആശുപത്രി പരിസരത്ത് ആകമാനം 35 CCTVകൾ സ്ഥാപിച്ചിട്ടുള്ളതായി അധികൃതർ പറഞ്ഞു. വില കൂടിയ ഹെൽമറ്റുകൾ തെരഞ്ഞുപിടിച്ചാണ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് എന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ രാജീവ് പറഞ്ഞു. തിരുവല്ല താലൂക്ക് ഹോസ്പിറ്റൽ സെക്യൂരിറ്റിയാണ് ഞാൻ ഒരു 2-3 വർഷമായിട്ട് ഇവിടെ അങ്ങനെ ഹെൽമറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും മോഷണം പോകാതിരിക്കുകയായിരുന്നു. ഈ അടുത്ത 2 ദിവസങ്ങളിലായിട്ട് ഹെൽമറ്റ് മോഷണം പോകുന്നുണ്ട്. പക്ഷേ മോഷണം പോകുന്ന ഹെൽമറ്റ് വില കൂടിയ ഹെൽമറ്റാണ് ഇവിടുന്ന് മോഷണം പോകുന്നത്. ഒരു ദിവസം തന്നെ 3 ഹെൽമറ്റ് ഇവിടുന്ന് പോയി. അത് 3ഉം വില കൂടിയ ഹെൽമറ്റാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഈ എടുത്തുകൊണ്ട് പോകുന്ന ഞങ്ങൾ CCTV ക്യാമറയിൽ കാണുകയും ഞങ്ങൾ സൂപ്രണ്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ പേര് ഇത് ഹെൽമറ്റ് മോഷ്ടിക്കാൻ തന്നെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ സംശയം. ഹെൽമറ്റുകൾ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതേസമയം സംഭവം സംബന്ധിച്ച് തിരുവല്ല പോലീസ് ആവശ്യപ്പെട്ടാൽ ദൃശ്യങ്ങൾ കൈമാറാൻ തയ്യാറാണെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു.